വ്യവസായത്തിൻ മേഖലയാക്കി സംരക്ഷിക്കുക സർക്കാരെ, സംരക്ഷിക്കുക സർക്കാരെ. നാം ഒന്ന് നമ്മളൊന്ന്, വാടും വീടും ഉണരുന്നതിനായി പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ ഈ തരത്തിലുള്ള എംസാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അതൊരു ഡസ്റ്റ് ആയിട്ടാണ്. പണ്ട് ഈ ഡസ്റ്റ് എനിക്ക് ഇവിടെ ശരിക്കറിയാവുന്ന പയ്യാവൂരുള്ള ഒരു പ്രഷറുണ്ട്. ഇവിടെ KSTPക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് KSTPയുടെ റോഡ് ആദ്യം മെക്കാടൻ റോഡ് ഏറ്റെടുത്തത് KSTP ആണ്. അതിൻ്റെ ഒരു റീച്ച് കാസർഗോഡ് മുതൽ കാസർഗോഡ് നിന്ന് സുള്ളിയ വരെയുള്ള ഒരു റീച്ച് ഉണ്ടായിരുന്നു. ആ റീച്ചിന് ആദ്യമായിട്ട് KSTP മെക്കാടം റോഡ് ടാറിയായിരുന്നു. അതിനന്ന് ഏറ്റവും നല്ല അഗ്രിഗേറ്റ് ആയിട്ടുള്ള എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ സെലക്ട് എടുത്തപ്പോൾ പയ്യാവൂർ ക്രഷറിനാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ അന്ന് ഞാൻ അവിടെ ഒരു ക്രഷറിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന് ഡസ്റ്റ് ഇങ്ങനെ കുന്നുപോലെ ഒരു മല പോലെ കൂട്ടിയിട്ടിരിക്കണം. ഇത് ആർക്കും വേണ്ട, ഇത് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിന്റെ വളരെ പെട്ടെന്ന് ഒരു മാറ്റം വന്നുകൊണ്ട് ഈ ഡസ്റ്റ് മുഴുവനും നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ലാറ്ററേറ്റ് കെട്ടാനുമുള്ള മോട്ടറിന് പകരമായി മണലിന് പകരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ യൂസ് ചെയ്തുകൊണ്ട് ഒപ്പം അതോടൊപ്പം തന്നെ പി സാൻഡിലേക്കും അത് എം സാൻഡിലേക്കും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ കടന്നു വന്നിട്ടുള്ള RMC റെഡിമിക്സ് പോലെയുള്ള ക്വാളിറ്റി തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ റെഡിമിക്സിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കാണുന്ന അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിനപ്പുറം ഒരു മിക്സർ ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ ആ മിക്സിനെ കറക്റ്റായിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. നമുക്ക് എന്താണോ M20 എന്താണോ M25 M30 എന്താണോ അത് കൃത്യമായി ശാസ്ത്രീയപരമായ ഒരു എഞ്ചിനീയർക്ക് നൽകാൻ സാധിക്കുന്ന രീതിയിലേക്ക് RMC വരുമ്പോൾ ആ RMCയെ പോലും അതിലുപയോഗിക്കുന്ന മെറ്റീരിയലിനെ പോലും നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഒരിക്കലും കാണുന്നില്ല നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന റെഡിമിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ്. അതാണ് ഇന്നത്തെ കോൺക്രീറ്റിന്റെ ഏറ്റവും വലിയ ലീക്കേജിന്റെയും അതോടൊപ്പം തന്നെ അതിന് വരുന്ന നമ്മുടെ ബിൽഡിങ്ങിന് മൊത്തത്തിൽ വരുന്ന ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിന്റെ വരുന്ന സ്റ്റെബിലിറ്റിക്കൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയെന്നുള്ള ആ രീതിയിലേക്കാണ് ഇതിന്റെ ഒരു മാസായിട്ടുള്ള ഒരു എന്താ പറയാ ഇത്രയും ഈ സമൂഹത്തെ ഒന്നാകെ കബളിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഇതിനെ വ്യവസായത്തിൻ മേഖലയാക്കി സംരക്ഷിക്കുക സർക്കാരെ, സംരക്ഷിക്കുക സർക്കാരെ. നാം ഒന്ന് നമ്മളൊന്ന്,